അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ജീവിച്ച് മരിക്കുക എന്ന ദൗത്യത്തിലാണ് നാം ഉള്ളത്. മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയെല്ലാം ആഗ്രഹം. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമല്ലാതെ മരിച്ച എത്രയോ ഹതഭാഗ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മുസ്ലിമല്ലാതെ ജനിച്ച് മുസ്ലിമായി മരിച്ച എത്രയോ ആളുകളും നമുക്കിടയിൽ ഉണ്ട്. എന്നാൽ മരണപ്പെട്ടാലും മരിച്ചു എന്ന് പറയാൻ പാടില്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് ശുഹദാക്കൾ. അവർ മരിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ശുഹദാക്കൾ സ്വർഗത്തിൽ ഫിർദൗസിലാണ്. അതുകൊണ്ടാണ് സ്വഹാബികൾ ഷഹീദാകാൻ ഒരുപാട് ആഗ്രഹിച്ചത്. ശുഹദാക്കൾക്ക് ഖബറിൽ ശിക്ഷയില്ല എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഷഹീദിന് നാളെ 70 പേരെ സ്വർഗത്തിലേക്ക് ഷഫാഅത്തിന് അവകാശം കൊടുത്തിട്ടുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവി ഒരിക്കൽ മുത്തുനബിയോട് ചോദിച്ചു, യുദ്ധത്തിൽ ശത്രുക്കളോട് അടരാടി ഷഹീദായ പുരുഷന്മാർക്ക് മാത്രമേ ഷഹീദിൻ്റെ പ്രതിഫലമുള്ളൂ നബിയെ, സ്ത്രീകൾക്ക് ഈ ഒരു കൂലി ഇല്ലല്ലോ നബിയെ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ചൊല്ലിത്തരുന്ന ദുആ 25 തവണ ചൊല്ലിയാൽ അവൻ സ്വന്തം വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടാലും അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ ഷഹീദിൻ്റെ സ്ഥാനത്താണ്. ഓരോ നിസ്കാരശേഷവും 5 എണ്ണം വീതം ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്. ഈ ദുആ ദിവസവും 25 തവണ ചൊല്ലിയാൽ നിങ്ങളുടെ പട്ടിക ശുഹദാക്കളുടെ കൂട്ടത്തിലാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.